ചൈനയിലെ ഒരു ബിസിനസ് ടൂറിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരു പള്ളിയിലേക്ക് വരും. ഇതാണ് മസ്ജിദ് സ്വഹാബി അബി വക്കാസ്. അബി വക്കാസ് എന്ന സ്വഹാബി നിർമ്മിച്ച പള്ളിയാണ്. 1400 കൊല്ലം മുമ്പ് നബി തങ്ങളെ കാലത്ത് വന്ന് നിർമ്മിച്ച ഈ ഒരു വലിയ പള്ളിയിൽ അത് ഇന്നും അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് കൊണ്ടുവന്നു നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കും. ജുമാന്റെ നേരാണെങ്കിൽ നിങ്ങൾക്ക് ജുമാ നിസ്കരിക്കുക, അല്ലാത്ത സമയത്തും ഇവിടെ വരാം. ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊത്തുപണി അതേതേ പള്ളി നിലനിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം ഇവിടെ കൊടുന്നിട്ടുണ്ടാവും. ഇത് നിറയും. ഇതിന്റെ താഴെ ഒരു ഫ്ലോർ ഉണ്ട്, അതും നിറയും. ജുമാക്ക് കൂടാതെ പുറത്ത് ധാരാളം ജനങ്ങൾ പുറത്തുണ്ടാകും. ഇതാണ് ആ പഴയ മെമ്പർ. പഴയ മെമ്പറല്ല കേട്ടോ, ഇതൊക്കെ പുതിയതായിട്ട് പിന്നെ ഉണ്ടാക്കിയ മെമ്പർ. എങ്കിലും ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പോകാം. അബി വക്കാസ് സ്വഹാബിയുടെ ഖബറിസ്ഥാനുണ്ട്, ഖബർ മക്ബർ അവിടെ ഉണ്ട്, അന്ന് കാണാം. സ്ത്രീകൾക്ക് ജുമാക്കും കൊണ്ട് പ്രവേശനമല്ല, അല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അനുവദിക്കാറുണ്ട്. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഒരു പാർക്ക്, യേശു പാർക്ക് ഇതിന്റെ അപ്പുറത്താണ്. അതിനോട് ചേർന്നാണ് ഈ ഒരു പാർക്ക് പോലെ ഇതും കിടക്കുന്നത്. എല്ലാം ഒരു പഴയ അമ്പലത്തിന്റെ ഒരു ടച്ചിനെ പള്ളിക്ക്. അപ്പൊ ഇതൊരു കോമൺ ഡിസൈനിങ് ആണെന്ന് മനസ്സിലായി. ഉദു ചെയ്യുന്ന ടോയ്ലറ്റും ഉദു ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ താഴത്തെ ഫ്ലോറാണ് കാണുന്നത്. ഇതിന്റെ മേലെയും താഴെ 2 ഫ്ലോറാണ് ഈ പള്ളിക്ക്. വളരെ മനോഹരമായി പരിപാലിച്ച് പച്ചപ്പ് നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു പള്ളി കോമ്പൗണ്ടും. ഇനിയിപ്പോ നേരെ അപ്പുറത്ത് ഖബറിസ്ഥാനുകളാണ്. ഒരുപാട് ഏരിയ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അവിടെയാണ് ആ സ്വഹാബിയുടെ കുടുംബങ്ങളൊക്കെ മറവിട്ട് കിടക്കുന്നത്. അക്കാലത്ത് ആ കുടുംബങ്ങളെ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവരുടെ ആരൊക്കെ അറിയില്ല. അബി വക്കാസ് സ്വഹാബിയുടെ കുടുംബങ്ങളും പേരക്കുട്ടികളും അങ്ങനെ തലമുറകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഈ ഖബറൊക്കെ ഇപ്പോഴും ഇതുപോലെ പരിപാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചരിത്രം ഒരിക്കലും അവസാനിക്കരുത്. ഇനി അടുത്ത തലമുറക്കും ഇങ്ങനെയൊക്കെ ഒരു ഇസ്ലാമിക ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു ഖബറുകൾ കേട്ടോ, ഒരു പേടിപ്പിക്കുന്ന പരിപാടി. അവിടെ ആരുമില്ല. ഇത് അപ്പുറത്തൊക്കെ വേറെ ഉണ്ട് കേട്ടോ, കാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഖബറുകൾ. അടക്കട്ടെ. ഇനി നമ്മൾ പോണത് അബി വക്കാസ് സ്വഹാബി കിളച്ച കിണറുണ്ട്, അദ്ദേഹത്തിന്റെ മക്ബറയും ഇവിടെ ഉണ്ട്. രണ്ടും ഒന്ന് കാണണം. ഇതാണ് അദ്ദേഹം കളച്ച സ്വഹാബി വെല്ല്. 1300 കൊല്ലം മുമ്പ്. ഇപ്പോഴും അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. ഇങ്ങനെ പമ്പ് ചെയ്താൽ അതിലൂടെ വെള്ളം വരും. എന്നിട്ട് അതെടുത്ത ആൾക്കാർ പാത്രത്തിലാക്കി കുടിക്കും. ഇനി മക്ബറയിലേക്കൊന്ന് പോവാം. ഇവിടെ മദ്രസ, ഖുർആൻ പഠനം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്കുള്ള പഠനമുറി, നിസ്കാര മുറിയൊക്കെ ഉണ്ട്. അവിടെ പള്ളിയുണ്ട്. അല്ലാത്ത സമയത്ത് ഇവിടെ വരാം സ്ത്രീകൾ. ഇത് ടൂറിസ്റ്റുകൾക്കും കടന്നു വരാം. ഇനി മക്ബറയിലേക്ക് വെള്ളിയാഴ്ച നല്ല തിരക്കായിരിക്കും ഇവിടെ. അപ്പൊ അധികം ആളില്ല. വേണ്ടവർക്ക് ഖുർആൻ ഓതാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ആരൊക്കെയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ മറവ് ചെയ്യുന്നില്ല, കുറച്ച് അപ്പുറത്താണുള്ളത്. ഒരുപാട് മക്ബറകൾ കണ്ടോ. ഇതൊക്കെ ഓരോരുത്തരും എഴുതി വെച്ചിട്ട്, ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉടക്കെ ഉണ്ട്. വേണ്ടവർക്ക് ഖുർആൻ ഓതാം ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വില്ലേജുകളിൽ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ചരിത്രങ്ങളെ മറക്കാൻ ആർക്കും കഴിയില്ല. അത് പുനർജനിക്കുക തന്നെ ചെയ്യും. വിശാലമായ പാർക്കിട്ട ഒരുപാട് ദൂരത്തേക്കുണ്ട്. അപ്പോൾ ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂറിന്റെ ഭാഗമായി അബി വക്കാസ് മസ്ജിദ് നമ്മൾ സന്ദർശിക്കും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുതരും. അടുത്ത ബാച്ച് ഉടനെ ഉണ്ടാകും. താല്പര്യമുള്ളവർ താഴെ നമ്പറിൽ വിളിച്ചോളൂ. ചൈനയിലേക്ക് ഒരു ബിസിനസ് ടൂറും അതോടൊപ്പം പഠനാർഹമായ ഒരു ഐറ്റിനറിയും